എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. വോട്ടെണ്ണാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. പല സൂചനകൾ ശരവേഗത്തിൽ ആദ്യം നിങ്ങളുടെ സ്ക്രീനിലും നിങ്ങളുടെ കാതുകളിലുമൊക്കെ എത്തിക്കാൻ എല്ലാവിധമായ സാങ്കേതിക സൗകര്യങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ 24 ടീമാണെങ്കിൽ സർവ്വസജ്ജമായിരിക്കുന്നു. നാളെ രാവിലെ 5 മണി മുതൽ നമ്മൾ തുടങ്ങും. അപ്പോൾ കൂട്ടുകിഴിക്കലുകൾ, കണക്കുകൂട്ടലുകൾ, ഇതൊക്കെ എവിടെ എത്രമാത്രം വിജയിക്കുന്നു എന്നറിയാൻ നാളെ നിങ്ങൾ 24നെ മാത്രം ആശ്രയിക്കുക. എല്ലാ തവണയും നാടിൻ്റെ ഇലക്ഷൻ ഡിസ്കായിട്ട് നിങ്ങൾ 24നെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. ഇത്തവണയും അതിന് ഒരു ചരിത്രം മാറണ്ട. മഹാരാഷ്ട്രയിലെയും അതുപോലെ ഛത്തീസ്ഗഡിലെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഫലങ്ങളും ആദ്യം നിങ്ങളുടെ കാതുകളിൽ എത്തിക്കാൻ ഞങ്ങൾ സജ്ജമായിരിക്കും. അതിനുമുള്ള സാങ്കേതിക സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടീം വിവിധ ഭാഗങ്ങളിലൊക്കെ സജ്ജമായി കഴിഞ്ഞു. അതൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ മുന്നണികളുടെ നെഞ്ചിടിപ്പൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്താകും അവസാനത്തെ ഫലം എന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഉത്കണ്ഠയുടെ മുൾമുനയിൽ, ആകാംക്ഷയുടെ മുൾമുനയിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ സാഹിത്യ ഭാഷയിൽ, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ 5 മണി മുതൽ നമ്മൾ ആരംഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നാളത്തെ കാര്യം നാളെ ആകാം. ഇന്ന് നമ്മൾ ഈ നാളത്തെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന 1.5 മണിക്കൂർ പോകുന്ന ഈ പ്രൈം ടൈം തുടങ്ങുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN തുടരുകയാണ്. ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. പ്രവചനാതീതമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് പലരും കരുതുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കണക്കുകളിൽ മുന്നണികൾക്ക് ഒരേപോലെ നെഞ്ചിടിപ്പേറുന്നു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ അടുത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ 10 നടിക്കാൻ കേൾക്കാൻ പറ്റും. കാര്യം അത്ര പ്രവചനാതീതമായിരിക്കുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം. SKN തീർച്ചയായും സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് നമുക്ക് ഏറുകയാണ്. വലിയ ആകാംക്ഷാഭരിതരായി ജനങ്ങളും ഈ രാഷ്ട്രീയ കേരളവും കാത്തിരിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തെന്ന് അറിയാൻ. നാളെ രാവിലെ 8:30 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. എല്ലാ ഒരുക്കങ്ങളും 24 സംഘം ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ഫലസൂചനകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. എന്തായാലും പാലക്കാട് 3 മുന്നണികളും ഇപ്പോഴും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. UDFന്റെ സിറ്റി സീറ്റാണ് പാലക്കാട്. അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞൊന്നും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. മികച്ച പ്രകടനത്തിലൂടെ, അതായത് പിരായിരി അടക്കമുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ വോട്ടിലാണ് UDF പ്രതീക്ഷ വെക്കുന്നത്. നഗരസഭയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു 50,000-ലേറെ വോട്ട് നേടി UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000 മുതൽ 12,000 വരെ വോട്ടുകൾക്ക് വിജയിക്കുമെന്ന കണക്കൂട്ടലാണ് UDF ക്യാമ്പിലുള്ളത്. എന്നാൽ ഏറ്റവും മോശം സാഹചര്യത്തിലാണെങ്കിലും ഒരു 5,000-ലേറെ വോട്ടുകൾക്ക് ജയിക്കുമെന്ന് ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതാണ് UDF ക്യാമ്പിലെ പ്രതീക്ഷ. ഇപ്പോഴും അവർ ആ പ്രതീക്ഷ കൈവിടുന്നില്ല. പാലക്കാട്ടെ ജനങ്ങളിൽ വിശ്വാസമാണെന്ന് ആവർത്തിക്കുകയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ BJP ക്യാമ്പും തികഞ്ഞ വിജയപ്രതീക്ഷ പുലർത്തുന്നു. നഗരകേന്ദ്രങ്ങളിലെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടെങ്കിലും അതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്നാണ് BJP പറയുന്നത്. LDF സ്ഥാനാർത്ഥി വിജയപ്രതീക്ഷ പുലർത്തുന്നെങ്കിലും CPM ഒരു 2ാം സ്ഥാനമാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ആർ ശ്രീജിത്താണ് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനങ്ങൾക്കെല്ലാം അതീതമാണ്. കാരണം അത്ര വാശിയേറിയ കട്ടയ്ക്കെന്ന് നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം പറയുന്നില്ല, കട്ടയ്ക്കാണ് പോകുന്നത്. നാളെ രാവിലെ 5 മണിക്കാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഫല സംപ്രേഷണത്തിൻ്റെ പ്രത്യേക പരിപാടി ആരംഭിക്കുക. ജെയിംസ് മാമൻ പറയുന്നു 24-ൽ നാളെ രാവിലെ തന്നെ മീൻചന്ത ആരംഭിക്കും. 1 1 2 2 3 3 അങ്ങനെയുള്ള എണ്ണലൊന്നുമല്ല. കൃത്യമായ മത്സര വിശേഷങ്ങൾ തന്നെയായിരിക്കും. വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ലീഡൊക്കെ ആയിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തുക. എന്തായാലും എല്ലാ തവണയും നിങ്ങൾ കണ്ടതാണ്. കഴിഞ്ഞ 6 കൊല്ലമായില്ലേ ഇത് സംപ്രേഷണം തുടങ്ങിയിട്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. കേരള വിഷൻ കാണുന്ന പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഇനി 24 നാളെ മുതൽ, അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ എളുപ്പത്തിൽ കിട്ടാനൊരു സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റപ്പ് ബോക്സ് ഓൺ ചെയ്യുന്നു, കേരള വിഷൻ്റെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു ചാനൽ വീഴും. നിങ്ങൾക്ക് 24
24 പോകേണ്ടത്. വീണ്ടും നിങ്ങൾ റിമോട്ടിലൊന്ന് പ്രസ് ചെയ്താൽ ഏത് ബട്ടണിൽ പ്രസ് ചെയ്താലും 24 പോകും. അതായത് ആദ്യം നിങ്ങൾ സെറ്റ് ബോക്സ് ഓൺ ആക്കുന്നു, അപ്പോൾ നിങ്ങളൊരു ചാനൽ വീഴുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും സെറ്റ് ബോക്സിലൊന്ന് പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബട്ടണിൽ അമർത്തുന്നു, നിങ്ങൾ 24 പോയി വീഴുന്നു. അപ്പോൾ അത്രയും സൗകര്യമാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ 24 എത്താൻ കഴിയും. ഒരുപാടൊന്നും അടിച്ചടിച്ച് നടക്കുകയൊന്നും വേണ്ട. അപ്പോൾ കേരള വിഷനിൽ മാത്രമാണ് ഈ മാറ്റം. കേരള വിഷനിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ലഭ്യമാകും. സെക്കൻഡ് ലാൻഡിംഗ് പേജ് എന്നൊരു കോൺസെപ്റ്റാണിത്. അപ്പോൾ ആദ്യം ചെന്ന് വീഴുന്ന ഒരു ചാനൽ വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്വിച്ചിൽ ഒരു ബട്ടണിൽ അമർത്തുന്നു, അപ്പോൾ 24 വരുന്നു. അപ്പോൾ ഒറ്റ പിതുക്കുകൊണ്ട് 24 വരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഇനി വോളിയം സ്വിച്ച് ഒഴിച്ച് ബാക്കി ഏതിൽ നിങ്ങളുടെ വിരലമർന്നാലും 24 കിട്ടും. അപ്പോൾ കേരള വിഷനിലെ ഈ സൗകര്യം ഇന്ന് രാത്രി മുതൽ ആക്റ്റീവ് ആകും. നാളെ രാവിലെ 5 മണിക്ക് തെരഞ്ഞെടുപ്പ് സംപ്രേഷണത്തിന് നിങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് കേരള വിഷനിൽ 24 കാണാൻ കഴിയുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഉറച്ച കോട്ടയായ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതിയെന്നാണ് എതിരാളികളോട് UDF പറയുന്നത്. ഭൂരിപക്ഷം കുറഞ്ഞാൽ UDFനും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ LDFനും NDAയ്ക്കും തല താഴ്ത്തി നടക്കേണ്ടി വരും. ദീപക് തരമടം ചേരുന്ന വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. ദീപക്, പറയൂ, വയനാട്ടിലെ എങ്ങനെയാണ് നെഞ്ചിടിപ്പിൻ്റെ താളം മുറുകിയോ? SKN നേരത്തെ കേരള വിഷനിലെ ഒറ്റ ഞെക്കൽ കൊണ്ട് 24 എത്തും എന്ന് പറഞ്ഞതുപോലെയാണ് വയനാട്ടിൻ്റെ കാര്യത്തിൽ ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റും. ഇവിടെ വിധിയിൽ ഒരു അട്ടിമറിയും ഉണ്ടാകാൻ പോകുന്നില്ല. UDFൻ്റെ ഉറച്ച കോട്ടയിൽ പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് MP ആയി പോകുന്നത്. പക്ഷേ എന്നാൽ ഈ ശ്വാസമിടിപ്പൊക്കെ കൂടുന്നത് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലുള്ള ചർച്ചയിലാണ്. ഭൂരിപക്ഷം വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി ആയിരിക്കും, അതായത് സഹോദരനേക്കാൾ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി സഹോദരി പ്രിയങ്ക രാഹുലിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ഡൽഹിയിലേക്ക് പോകും എന്നായിരുന്നു ആദ്യം മുതലുള്ള UDFൻ്റെ പ്രചരണം. TCC പല വട്ടം നമ്മളോട് പറഞ്ഞാണ് 5 ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷം പോകും. KC വേണുഗോപാൽ പോലും വലിയ ഭൂരിപക്ഷം പ്രവചിച്ചു. പക്ഷേ പ്രിയങ്ക ഗാന്ധി മാത്രം ഭൂരിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞില്ല. അവർ ജനങ്ങളിൽ വിശ്വാസമുണ്ട്, ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം വോട്ടിംഗ് ശതമാനത്തിൽ ഇത്രയും കാടടച്ചുള്ള പ്രചരണം, താരപ്രചാരകർ ഇറങ്ങിയുള്ള മുക്കും മൂലയിലുമുള്ള പ്രചരണം, ഈ പ്രചരണം കൊണ്ടൊന്നും മുഴുവൻ വോട്ടേഴ്സിനെയും വോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമാക്കി ബീപ് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി അവർ തയ്യാറായില്ല. 8% കുറവുണ്ട്. ആ ശതമാനക്കുറവ് സ്വാഭാവികമായും കണക്കുകൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ മണ്ഡലതലത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ള കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ അത് UDFൻ്റെ ഭൂരിപക്ഷത്തിലെ ചോർച്ചയ്ക്കാണ് കാരണമാകുക എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. മറ്റൊന്ന്, ഇടതുമുന്നണി ഇറക്കിയത് സത്യൻ മൊകേരിയാണ്. അവർക്ക് കേരളത്തിൽ ഇറക്കാവുന്ന, വയനാട്ടിൽ ഇറക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് പകരക്കാരനായി വരുന്നു. മറ്റൊന്ന് BJP ആണെങ്കിൽ NDAയുടെ ഏറ്റവും വലിയ കേരളത്തിലെ സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രന് പകരം എത്തുന്നത് ഒരു പുതുമുഖ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന നവ്യ ഹരിദാസ്. ഇവരെല്ലാം തന്നെ മികച്ച പ്രചരണം നടത്തി. ആ പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു കൊട്ടിക്കലാശമാകുമ്പോഴേക്കും. പക്ഷേ എന്നാൽ കാതലായ വയനാടിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ആരും പോയില്ല എന്നുള്ളതാണ് പൊതുവിൽ ഒരു വിഭാഗം വോട്ടർമാരിൽ നിസ്സംഗതയുണ്ടാക്കിയത്. ആ നിസ്സംഗത അവസാന മണിക്കൂറിൽ വിലയിരുത്തുമ്പോൾ അത് UDFൻ്റെ ഭൂരിപക്ഷത്തിലെ കുറവിൻ്റെ നിസ്സംഗതയാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഏതായാലും UDFൻ്റെ ഉറച്ച കോട്ടയിൽ പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്നും ജയിച്ച് പാർലമെന്റിലേക്ക് പോകുമെന്ന് ഉറപ്പാണ് SKN. താങ്ക് യു. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. സാജു കാവുമ്പുറം പറയുന്നു, രാവിലെ തന്നെ ചായയും കടിയും ഉച്ചത്തെ പൊതിച്ചോറും ഒക്കെ ആയിട്ട് വേണം സ്റ്റുഡിയോയിൽ വരാൻ, അല്ലാതെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് മുങ്ങിക്കളയരുത്. അവസാനത്തെ ഫലവും വന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടേ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ഹായും പറഞ്ഞിട്ടേ നമ്മൾ രംഗം കാലിയാക്കും. ഞാൻ മാത്രമല്ല, ഹാഷ്മി താജ് ഇബ്രാഹിമും വിജയകുമാറും ഞങ്ങൾ, അതുപോലെ KR ഗോപികൃഷ്ണനും അനുജ രാജേഷും ഒക്കെ ആയിരിക്കും ഈ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൂടാതെ നമ്മുടെ 24 ടീം അംഗങ്ങൾ വിവിധ 3 മണ്ഡലങ്ങളിലുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം, നമുക്ക് ഭക്ഷണമൊക്കെ നാളെ ഒരു വിഷയമല്ല കേട്ടോ. നമുക്ക് നാളത്തെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഉത്സവമല്ലേ നാളെ നടക്കുന്നത്. ഉത്സവം കൊടിയേറും നാളെ രാവിലെ 5 മണിക്ക്. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു കൂട്ടപ്പൊരിക്കലാണ്. പൊരിക്കലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന എൻ്റെ വിശ്വാസം. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, SKN റിസൾട്ട് വരുമ്പോൾ അനീപ പറയുന്നു, വളരെ പരസ്പരം ഐക്യത്തോടെ പരസ്പരം പറയണം, രണ്ടുപേരും സംസാരിക്കുമ്പോൾ ക്ലിയർ ആവത്തില്ല. അപ്പോൾ വിജയകുമാർ നിങ്ങൾ പറയും, ഹാഷ്മി നിങ്ങൾ പറയും, അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും ഇരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ അടുത്ത ചാനൽ അടിച്ചു പോകില്ലേ. അപ്പോൾ നമ്മൾ തകർക്കും. പക്ഷേ പരസ്പരം ഇങ്ങനെ ശബ്ദങ്ങൾ മിക്സ് ചെയ്ത് പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ചേലക്കരയിലേക്ക്. ഇടത് കോട്ടയാണ് ചേലക്കരയിലെങ്കിലും കോട്ടയിൽ വിള്ളലുണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ LDFും. UDFിൻ്റെയും LDAയുടെയും ലക്ഷ്യം ഇതൊരു വിള്ളൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. ചേലക്കര കൈവിടുന്നത് ഇടത് ക്യാമ്പിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. നിങ്ങൾക്കറിയാം. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്ന് തത്സമയം ചേരുന്നു. കുറച്ചധികം ദിവസങ്ങൾ ചേലക്കരയിൽ പര്യടനം നടത്തിയ മാധ്യമപ്രതിനിധിയാണല്ലോ
ശ്രീകാന്ത്, ഇപ്പൊ എങ്ങനെയാ ചേലക്കരയുടെ ഹൃദയ താളം വേഗം കൂടിയോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കര പട്ടണത്തിലാണ്. ഞാൻ അതിന് തൊട്ടു മുൻപ് ചെറുതുരുത്തിയിൽ നിന്നാണ് വന്നത്. അവിടെ കൗണ്ടിംഗ് സെന്ററിൽ അതിന്റെ മുൻപിൽ നാളെ എത്തേണ്ട പ്രവർത്തകർ ഇന്നേ എത്തിയ മതിലിന് ചുറ്റുമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കണ്ടത്. അതായത് ഇരിപ്പുറയ്ക്കുന്നില്ല അവർക്കാർക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാത്രി അവരാരും ഉറങ്ങാൻ പോകുന്നില്ല. ഒരു കാര്യം, കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി നമ്മൾ ഇവിടെ മുഴുവൻ സഞ്ചരിച്ചതാണ്. ആ ഘട്ടത്തിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട് സ്കെയിൻ. അതായത് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഈ ചേലക്കര എന്ന ഈ മണ്ഡലം കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം അത്രയധികം നേതാക്കൾ, ഈ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ട നേതാക്കൾ, രാഷ്ട്രീയക്കാർ, മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ചേലക്കരയിലെ ചെറിയ തട്ടുകടകളിലും വീടുകളിലുമൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുന്ന കാഴ്ച കാണാമായിരുന്നു. ഓരോ ആളുകളെയും ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്ത് തങ്ങൾക്ക് വിജയം ഉറപ്പിക്കാൻ എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എസ് കെ പറയണം, ഇത് CPIM-ന്റെ ഇടതിന്റെ പൊന്നാപുരം കോട്ടയാണ്, ഉറച്ച കോട്ടയാണ്. അത് മുൻപായിരുന്നു. ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആ പൊന്നാപുരം കോട്ട UDF-ഉം BJP-യും പിടിച്ചുലുക്കിയിട്ടുണ്ട്. അതിന്റെ ചൂട് LDF-ന് അടിച്ചിട്ടുമുണ്ട്. അവർ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ കിട്ടിയ ആ ഒരു ഭൂരിപക്ഷം ഇപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അവർ രഹസ്യമായി ഇല്ല എന്ന് തന്നെ പറയും. കാരണം അവരൊന്ന് പേടിച്ചിട്ടുണ്ട്. 516ഓളം വരുന്ന പട്ടികജാതി സങ്കേതങ്ങളുണ്ട്. ആ പട്ടികജാതി സങ്കേതങ്ങളിൽ ഇനി UDF-നോ BJP-ക്കോ കയറാൻ സാധിക്കില്ല എന്നവർ പറഞ്ഞിരുന്നിടത്ത് കുടുംബയോഗങ്ങളിലൂടെ UDF-ഉം BJP-യും കയറി ചെന്നു എന്നുള്ളതാണ് അവരെ പരിഭ്രാന്തരാക്കുന്നത്. എന്തായാലും നാളത്തെ ഒരു ദിവസം, ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നെഞ്ചിടിപ്പ് ഉയരുന്നുണ്ട്. ഈ ചേലക്കര പട്ടണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നാളെ ഈ ചേലക്കര പട്ടണം ചെങ്കൊടി പുതയ്ക്കുമോ ത്രിവർണം പുതയ്ക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. UDF ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. അവർ പറയുന്നതുണ്ട്, ഒരു കാര്യമുണ്ട്, കുടുംബയോഗങ്ങളായിരുന്നു ഞങ്ങളുടെ മാസ്റ്റർ സ്ട്രോക്ക്. ഞങ്ങൾ 200-ലധികം കുടുംബയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ ഞങ്ങൾക്ക് സംഘടനാ സംവിധാനമില്ല. പക്ഷേ ഞങ്ങളത് കുടുംബയോഗങ്ങളിലൂടെ ഞങ്ങൾ മറികടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ഇത് പൊന്നാപുരം കോട്ടയാണെന്ന് ഓർമ്മ വേണം, അതിളകില്ല എന്ന് LDF-ഉം പറയുന്നു. BJP തങ്ങളുടെ മേഖലകളുണ്ട്, ആ മേഖലകളിലെ വോട്ട് പരമാവധി ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുമുണ്ട്. എസ് കെ ആദ്യം പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി പറയാം, ഇവിടെ തോറ്റാൽ LDF അത് താങ്ങില്ല, അവർക്ക് വലിയ ഹാർട്ട് അറ്റാക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കാം. ചെറുതുരുത്തിയിൽ ഉയരുന്ന ആഹ്ലാദാരവം ആരുടേതെന്നറിയാൻ നിമിഷങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രം. ഓരോ നിമിഷവും അപ്ഡേഷൻ. ശ്രീകാന്ത് ഒരുപടി ആവേശത്തിലാണ്. കുറച്ച് ദിവസം ചേലക്കരയിലൊക്കെ കറങ്ങി നടന്നതാണ്. ചേലക്കര എന്ന മണ്ഡലത്തിൻ്റെ അരികും മൂലയൊക്കെ കറങ്ങി നടന്നതാണ്. ഉമ്മണി നൊസ്റ്റാൾജി എന്ന് പറയുന്നത് ഒരു പിതുക്കും ആ പിതുക്കിന് 24 കിട്ടുമെന്നാണ് പറയുന്നത്. പിതുക്കെന്ന് ഞാൻ പറയുന്നത് പ്രസിങ്ങിനാണ് പറയുന്നത്. അതിൻ്റെ എൻ്റെ മലയാളമാണ്. ഇത്രയേ ഉള്ളൂ. കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സെറ്റ് ബോക്സ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ചാനലിൽ വീഴും. ആ ചാനലിൽ നിന്ന് നിങ്ങൾ ഒന്ന് പിതുക്കിയാൽ അടുത്ത സെക്കൻഡിൽ നിങ്ങളൊരു പിതുക്കുമ്പോൾ നമ്മൾ 24-ൻ്റെ കൂടെയാകും. അപ്പോൾ ഓണാകുന്നു ഒന്നാം പിതുക്കിന് 24. അത് മാത്രം ഓർത്ത് തന്നാൽ മതി. ഇൻവെർട്ടർ കോമയിലെ ഒന്നാം പിതുക്കിന് 24 ഓണാക്കുന്നു, ഒരു ചാനലിൽ വീഴുന്നു, ഒന്നാം പിതുക്ക് 24. ഓക്കെ. അപ്പോൾ കേരള വിഷൻ നാളെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള പ്രത്യേക സന്ദേശമാണത്. ഇപ്പോൾ മറ്റു വാർത്തയിലേക്ക്. 3 മുന്നണികൾക്കും ഒരേപോലെ നിർണായകമാണ് നാളത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഫലം എങ്ങനെയായിരിക്കും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന BJP-യിൽ മാറ്റത്തിന് ഇടയാകുമോ നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം? ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫലം രാഷ്ട്രീയത്തിലുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് ആകാംക്ഷ ഉയരാൻ കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സർക്കാരിനും LDF-നും ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തേണ്ടത് അനിവാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് കരകയറാൻ ചേലക്കരയിൽ ജയിക്കുകയും പാലക്കാട് നല്ല വോട്ട് നേട്ടം ഉണ്ടാക്കുകയും ചെയ്തേ മതിയാകൂ. ചേലക്കരയിലെ വിജയം ഭരണവിരുദ്ധ വികാരം കുറഞ്ഞതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കാം. ഫലം മറിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയും CPM നേതൃത്വവുമെല്ലാം പാർട്ടി സമ്മേളനകാലത്ത് വിചാരണ ചെയ്യപ്പെടാൻ ഇടം നൽകും. ഇടക്കാലത്ത് പാർട്ടിയിൽ തലപൊക്കിയ നേതൃത്വത്തിനെതിരായ നീക്കങ്ങൾക്ക് വീണ്ടും ജീവൻ വെക്കുകയും ചെയ്യും. ഫലം മോശമായാൽ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള ആത്മവിശ്വാസവും ചോരും. UDF-നും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറെ നിർണായകമാണ്. സർക്കാർ വിരുദ്ധ വികാരം ശക്തമെന്ന് സ്ഥാപിക്കാൻ ചേലക്കരയിൽ അട്ടിമറി ജയവും പാലക്കാട് നല്ല ഭൂരിപക്ഷത്തിലുള്ള വിജയവും ഉണ്ടായേ മതിയാകൂ.
ഇത് രണ്ടും സംഭവിച്ചാൽ പാർട്ടിയിലെ എതിർശബ്ദങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ശക്തമായി മുന്നോട്ട് പോകാം. എന്നാൽ ചേലക്കരയിൽ തോൽക്കുകയും പാലക്കാട് നല്ല വിജയം നേടാനാകാതെ പോവുകയും ചെയ്താൽ വി ഡി സതീശന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ സതീശിനെതിരെ പടയൊരുക്കം നടത്തുന്ന പാർട്ടിയിലെ വിഭാഗങ്ങൾ അത് മികച്ച അവസരമാക്കി മാറ്റും. പാലക്കാട് ഭൂരിപക്ഷം കുറഞ്ഞാൽ സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള തീരുമാനം തിരിച്ചടിച്ചെന്ന പഴിയും കേൾക്കേണ്ടി വന്നേക്കാം. പാലക്കാട് BJP അട്ടിമറി നടത്തിയാൽ UDF-നകത്ത് വലിയ പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാകുക. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് പോളിംഗ് കുറഞ്ഞത് ഭൂരിപക്ഷത്തിലും ഇടിവുണ്ടാക്കിയാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ക്ഷീണമാകും. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനെ മാറ്റാൻ ശ്രമിക്കുന്ന വിഭാഗത്തിന് ഇത് ആയുധമാകാനാണ് സാധ്യത. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം BJP സംസ്ഥാന നേതൃത്വത്തിനും ഏറെ നിർണായകമാണ്. പാർട്ടി രണ്ടാം സ്ഥാനത്തുള്ള A ക്ലാസ് മണ്ഡലത്തിൽ വിജയം നേടാനായാൽ അത് വമ്പൻ നേട്ടമാകും. തൃശൂർ ലോക്സഭാ സീറ്റിലെ വിജയത്തിന് പിന്നാലെ നിയമസഭയിലും അക്കൗണ്ട് തുറക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് വ്യക്തിപരമായും ഗുണം ചെയ്യും. എന്നാൽ പാലക്കാട് തിരിച്ചടി നേരിട്ടാൽ സ്ഥിതി വ്യത്യസ്തമാകാനാണ് സാധ്യത. ആർ ശ്രീജിത്ത്, 24 പാലക്കാട്. താങ്ക് യു ശ്രീജിത്ത്. ഒരു പ്രേക്ഷകൻ പറയാണ് ചാനലുകാർ ശരിക്കും കാശുണ്ടാക്കും. ഭയങ്കര ചിലവായിരുന്നു കേട്ടോ ഇത്തവണ. സ്ഥാനാർത്ഥികൾക്ക് പൈസ ചിലവായതുപോലെ തന്നെയാണ് ചാനലുകാർക്കും നല്ല പൈസ ചിലവായി. നിങ്ങൾ ഈ മണ്ഡലത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് പൈസ ചിലവായി പോയി 24-നും. അതുകൊണ്ട് പൈസ ഉണ്ടാക്കും എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. മിനി ബാബു പറയുന്നു നാളെ ആഷ്മിയുടെ അയ്യോ 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 എന്നുള്ള ആഷ്മിയുടെ വിളി കേൾക്കാൻ പറ്റും. കഴിഞ്ഞ തവണ അത് TV കേട്ടിട്ട് എൻ്റെ മോൻ ഉണർന്നു പോയി എന്നാണ് പറയുന്നത്. ഇത്തവണയും മോൻ ചിലപ്പോൾ ഉണരും, സാധ്യതയുണ്ട്. ആഷ്മി ഈ അയ്യോ വിളിക്ക് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നാമ്പുറത്ത്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ 5 മണി മുതൽ നമ്മുടെ സംപ്രേഷണം ആരംഭിക്കും. അപ്പോൾ ഒരു വിഷയം 24-നൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തുടരുന്നത് എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് വോട്ടെണ്ണൽ ദിനം നിങ്ങൾ അവിസ്മരണീയമാക്കാൻ 24 ഉപയോഗിക്കുക. അപ്പം മറന്നു പോകേണ്ട, കേരള വിഷൻ പ്രേക്ഷകർക്ക് ആദ്യം സെറ്റ് ബോക്സ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചാനൽ കിട്ടും. അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും ഒന്ന് വിരലമർത്തിയാൽ, റിമോട്ടിൽ വിരലമർത്തിയാൽ 24-ൽ കിട്ടും. അതായത് ഒന്നാമത്തെ പിതുക്കിന് തന്നെ 24 കിട്ടാൻ സൗകര്യം ഏർപ്പെടുത്തി. അർദ്ധരാത്രി മുതൽ ഇത് ഓണാകും. നാളെ രാവിലെ 5 മണിക്കൊക്കെ നിങ്ങൾ 24 ഓൺ ചെയ്യുമ്പോൾ സെറ്റ് ബോക്സ് ഓൺ ആയാലും ഒരു ചാനൽ വരും. ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ചാനലിൽ പോയി വീഴും, അത് 24 ആയിരിക്കും. അപ്പോൾ ഇത് സെക്കൻഡ് ചാനൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുക കേരള വിഷൻ പ്രേക്ഷകർ. വോട്ടെണ്ണൽ ദിനത്തിൽ സമഗ്ര കവറേജുമായി 24. നാളെ രാവിലെ 5 മണി മുതൽ ഇടതടവില്ലാതെ വോട്ടെണ്ണൽ വിവരങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ നാളെ അത്യാവശ്യം കപ്പലണ്ടിയും കട്ടൻ ചായയൊക്കെ ആയിട്ട് ഇരുന്നാൽ മതി. കാര്യം അവസാനത്തെ ഫലം അറിഞ്ഞിട്ടേ ഊണ് കഴിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് ഫലവും ഒറ്റയടിക്ക് 24 ലഭിക്കും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും 24 പ്രതിനിധികൾ ചേരുന്നുണ്ട്. തീപാർന്ന പോരാട്ടങ്ങളുടെ ആവേശ കമൻട്രിയുമായി 24-ൻ്റെ ആസ്ഥാനത്ത് നിന്ന് ഞാനും ആഷ്മി താജ് ഇബ്രാഹിമും അതുപോലെ SP ജയകുമാറും. ഇങ്ങനെ തള്ളല്ലേ ചേട്ടാ എന്ന് പ്രേക്ഷകർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നാളെ കുറച്ച് തള്ളലും കുറച്ച് തള്ളലുകേടും ഒക്കെ ഉണ്ടാവും. അവതരണത്തിൻ്റെ അത്ഭുത കാഴ്ചകൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായിരിക്കും നാളെ നടക്കുക? എന്ത് നടക്കും നാളെ? അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും ആദ്യം പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ള ഉദ്യമമാണ് പതിപോലെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ടീം 24 പൂർണ്ണ സജ്ജം. കേരളത്തിലെ 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ ഫലങ്ങളും 24-ന്റെ മാജിക് സ്ക്രീനിൽ വേഗത്തിൽ തെളിയും. വിധിദിനം സ്പെഷ്യൽ കവറേജ് രാവിലെ 5 മണി മുതൽ. നമ്മൾ നാളെ പൊളിക്കും. നമ്മൾ നാളെ രാവിലെ 5 മണിക്ക് സംപ്രേഷണം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 6 കൊല്ലത്തിനുള്ളിൽ നമ്മൾ പൊളിച്ചിട്ടുണ്ട്. നാളെയും പൊളിക്കും. പ്രേക്ഷകരെ നമ്മുടെ കൂടെ നിന്നാൽ മതി. നാളെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു എക്സ്പീരിയൻസ് പകരാൻ എല്ലാവിധമായ ഒരുക്കങ്ങളും 24 ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നാളെ പൊളിക്കും. നാടിന്റെ ന്യൂസ് ഡെസ്കാണ് 24. പ്രേക്ഷക ഹൃദയം കവർന്ന ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ്. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് വോട്ടെണ്ണുന്ന അതേ വേഗത്തിൽ 24-ന്റെ മാജിക് സ്ക്രീനിലെത്തും. തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം ചോരാതെ നർമ്മത്തിന്റെ മേമ്പൊടി ചേർത്ത അവതരണവുമായി SKനും ഹാഷ്മി താജ് ഇബ്രാഹിമും S വിജയകുമാറും. ജനാധിപത്യത്തിന്റെ ആഘോഷമാണല്ലോ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെസ്കിലും അതുപോലെയുള്ള ഒരു സെലിബ്രേഷനാണ്. സെലിബ്രേഷൻ ജനാധിപത്യത്തിന്റെ ആഘോഷമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പുകൾ 24-ന്റെ ഇതാ കാണാനാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരും വരുന്നത്. കാരണം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. പാലക്കാട്ടെ തീപാറുന്ന പോരാട്ടം, വയനാട്ടിലെ ഗ്ലാമർ പോരാട്ടം, ചേലക്കരയിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, മഹാരാഷ്ട്ര ജാർഖണ്ഡ് ജനവിധി,
എല്ലാം ഒറ്റ നോട്ടത്തിൽ 24ന്റെ മാജിക് സ്ക്രീനിലെത്തും. വളരെ ചടുലമായ വിവരങ്ങൾ കൊടുക്കുന്ന കൃത്യതയോടുകൂടി വളരെ രസകരമായ രീതിയിൽ അതിന്റെ അവതരണം നമ്മൾ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ എളുപ്പത്തിൽ ഏതൊരാൾക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാജിക് സ്ക്രീനും. വോട്ടെണ്ണൽ ദിനത്തിൽ പ്രേക്ഷകർക്കായി സമ്മാനങ്ങളും ഒരുക്കുന്നുണ്ട് 24. രാവിലെ 5 മണി മുതൽ 24 കാണുന്ന പ്രേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 24 മുദ്രയുള്ള കുടകൾ സമ്മാനിക്കും. കാത്തിരിക്കൂ വിധി ദിനത്തിൽ 24 ഒരുക്കുന്ന അത്ഭുത കാഴ്ചകൾക്കായി. ന്യൂസ് ഡെസ്ക് 24. പ്രേക്ഷകർക്ക് നാളെ വെറും കുടയല്ല 100 കുടയാണ് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതായത് കുറേ പേര് കുടയ്ക്ക് വേണ്ടിയുള്ള പേരുകൾ നിങ്ങൾ ഈ ഇത് 5 മണി മുതലുള്ള സംപ്രേഷണം കണ്ടാൽ മതി. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് 100 പേർക്ക് ഇത് കൊടുക്കും. അതിനിടയ്ക്ക് ഒരു സുഹൃത്ത് ഒരു ആശംസ നേർന്നിരിക്കുന്നു. ഷിജു പറയുക പൊക്കി നാളെ 3 പേർക്കും വയറിളക്കമാകാതിരുന്നാൽ നന്നായി എന്നാണ് പറയുന്നത്. കൂടുതൽ പറഞ്ഞ് ഇളകരുത് കേട്ടോ. ഇടവേള. വാർത്തകൾ തുടരുകയാണ്. ഇപ്പോൾ വിനീത വിജി മണിപ്പൂരിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു. മണിപ്പൂർ സംഘർഷം പ്രമാണിച്ച് 90 കമ്പനി കേന്ദ്രസേനയെ കൂടി മണിപ്പൂരിലേക്ക് അയക്കാൻ തീരുമാനമായി. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കും എന്നും മണിപ്പൂർ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് പറയുന്നു. ഇനി മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചു. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് കമ്മീഷൻ. കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കില്ല. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതുവരെ നോട്ടീസ് നൽകരുതെന്ന് വഖഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി P. രാജീവ് ഇന്ന് അറിയിച്ചു. അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്തൊക്കെയാണ് നമുക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? SKN മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പ്രശ്നപരിഹാരം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. തരത്തിൽ അതിലൊരു പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സർക്കാർ തന്നെ ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളി ഈ വിഷയം ഇത് എങ്ങനെ ഈ സമരക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം നിലവിൽ ഈ സമരക്കാർ കരുതിയിരുന്നത് ഒരു ശാശ്വത പരിഹാരമാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക എന്നുള്ളതാണ്. മുനമ്പത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്, അതിലെ ഈ അവകാശം സംബന്ധിച്ചുള്ള തർക്കത്തിൽ അതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നത് മാത്രമല്ല, ഈ ഭൂമി ഈ വഖഫിൻ്റേത് അതല്ലെങ്കിൽ ഫറൂഖ് കോളേജിന്റെ അധീനതയിൽ വന്ന ഭൂമി അതെങ്ങനെ ഒരേ സമയം അവിടെ താമസിക്കുന്നവരുടെ പേരിൽ കൂടി ആയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പഠിക്കുക എന്നുള്ളതാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിന് കുറച്ച് സാവകാശം വേണം. ഒരു വലിയ പഠനത്തിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സമരക്കാർ അത് അംഗീകരിച്ചിട്ടില്ല. സമരക്കാർ പറയുന്നത് വളരെ വേഗത്തിൽ ഒരു പരിഹാരം വേണം എന്നുള്ളതാണ്. അതിന് സർക്കാർ തന്നെ പറയുന്ന മറുപടി, അങ്ങനെ വേഗത്തിലൊരു തീരുമാനമെടുത്താൽ, അത് വൈകാരികമായി തന്നെ ഒരു തീരുമാനമെടുത്താൽ ഇന്നൊരു പക്ഷേ സമരക്കാർക്ക് ആശ്വാസമാകും. പക്ഷേ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലേക്ക് പോയാൽ സമരക്കാർക്ക് പിന്നീട് ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മാത്രമല്ല വളരെ വേഗത്തിൽ തന്നെ ആ വിഷയത്തിൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട്. 3 മാസമാണ് പരമാവധി സമയം. അതിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ പൂർണ്ണമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. മാത്രമല്ല ആ 3 മാസത്തിനിടയിൽ ഒരു തരത്തിലുള്ള ഒഴിപ്പിക്കലോ മറ്റൊരു നടപടിയോ ഉണ്ടാകില്ല. നിലവിൽ നോട്ടീസ് നൽകിയവരെ ഒഴിപ്പിക്കില്ല, മറ്റാർക്കും പുതുതായി നോട്ടീസ് നൽകില്ല എന്ന് പറയുന്നു. മാത്രമല്ല കൃത്യമായി കൈവശാവകാശമുള്ള ആരെയും, അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആരെയും ഒഴിപ്പിക്കില്ല എന്നുകൂടി സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. നൽകിയത് P. ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, ഞങ്ങൾ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഞങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ? നിങ്ങൾ കമൻറ്റ് ഇടയ്ക്കൊക്കെ അയച്ചാൽ മതി. നിങ്ങളുടെ കമൻറ്റുകളിലൂടെ, യൂട്യൂബ് കമൻറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാകും നിങ്ങൾ എത്ര പേർ നമ്മളെ പിന്തുടരുന്നു എന്ന്. അങ്ങനെയുള്ള ആളുകൾക്കാണ് കുട കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കുടയും ചൂടി വീട്ടിൽ പോകാൻ വേണ്ടിയല്ല, ഒരു അഭിമാനം പോലെ നമ്മുടെ ഈ ലോഗോ ഉള്ള കുട കുറച്ചു കാലം നിങ്ങളുടെ വീട്ടിലിരിക്കട്ടെ, ഒരു ഷോ പീസായിട്ട്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു. വയനാട് നീലഗിരി അതിർത്തിയായ നെല്ലാക്കോട്ടെ ടൗണിൽ ഇന്ന് ഒറ്റയാൻ ഇറങ്ങി കാട്ടാന ഒരു കാറ് കുത്തിമറിച്ചിട്ടു. പ്രദേശവാസിയായ സിറാജുദ്ദീൻ്റെ കാറാണ് തകർത്തത്. ഒരാഴ്ചയായി ഒരു കാട്ടാന ഇവിടെ നന്നായിട്ട് വിലസുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനി വീണ്ടും മുനമ്പം വിഷയത്തിലേക്ക്. ഈ വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം സമരസമിതി മുനമ്പത്ത് തള്ളിക്കളഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നത് പ്രശ്നപരിഹാരം നീണ്ടുപോകാൻ കാരണമാകും. വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും സമരം അവസാനിപ്പിക്കില്ലെന്നും സമരസമിതി ഇന്ന് വ്യക്തമാക്കി. മുനമ്പത്ത് പ്രദേശവാസികളിൽ നിന്ന് പന്തം കൊളുത്തി പ്രകടനവും നടത്തി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 35 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന റവന്യൂ അവകാശങ്ങൾ ഇല്ലാതെയാക്കുകയല്ലേ? അപ്പോൾ അത് എന്താണത്? ഞങ്ങളെ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി രജിസ്റ്റർ ചെയ്ത്
ഇത്രയും 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്നു. വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് ഇത് പുനർപരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധമാണ്. ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. വഖഫിന്റെ അസറ്റിൽ നിന്ന് ഞങ്ങളെ മാറ്റിത്തരണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം. ഗവൺമെന്റ് വഖഫ് ബോർഡിന്റെ അസറ്റിൽ നിന്നും ആസ്തി വിവരക്കണക്കിൽ നിന്നും ഞങ്ങളുടെ ഭൂമിയെ രക്ഷിച്ചെടുക്കണം. ഞങ്ങൾ റവന്യൂ അവകാശങ്ങൾ രജിസ്റ്റർ ചെയ്ത് 35 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ട് ഞങ്ങൾ അത് ആലോചിച്ചെടുക്കും. ആലോചിച്ച് മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ. ഞങ്ങള് ബിഷപ്പുമാരുണ്ട്, ഞങ്ങൾ അച്ഛന്മാരുണ്ട്, SNDPയുടെ നേതൃത്വമുണ്ട്. എല്ലാവരുമായിട്ടും ഞങ്ങൾ ആലോചിച്ച് അതിന് തീരുമാനം എടുക്കും. കൊച്ചിയിൽ നിന്നും നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, മുനമ്പത്ത് യഥാർത്ഥത്തിൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചതൊന്നും സമരസമിതിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് മുനമ്പത്ത് നിന്ന് ലഭിച്ച വിവരങ്ങൾ? കഴിഞ്ഞ 41 ദിവസമായി മുനമ്പത്ത് വലിയ സമരമാണ് തുടരുന്നത്. സർക്കാരിന്റെ ഉന്നതതല സമിതി യോഗത്തിൽ വലിയ പ്രതീക്ഷ മുനമ്പം സമരസമിതി അർപ്പിച്ചിരുന്നു. കാരണം ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന ഒരു നിലയിലായിരുന്നു ഇന്നത്തെ യോഗത്തെ കണ്ടിരുന്നത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഈ ഭൂമി അവർക്ക് തങ്ങൾക്ക് രേഖാമൂലം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു സമരസമിതിക്ക് ഉണ്ടായത്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കാൻ തീരുമാനിച്ചതിനെ വലിയ ആശങ്കയോടുകൂടിയാണ് ഈ സമരസമിതി കാണുന്നത്. വീണ്ടും ഈ ഒരു തർക്കപരിഹാരം അത് നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. തങ്ങൾ 35 വർഷം മുമ്പ് വാങ്ങിയ ഭൂമിയിൽ എന്തിനൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണം എന്ന ഒരു ചോദ്യമാണ് സമരസമിതി ഉന്നയിക്കുന്നത്. ഈ സമരസമിതി ഉന്നതതല സമിതിക്ക് യോഗശേഷം സമരസമിതിയുടെ ഭാഗത്തും വലിയ പ്രതിഷേധം മുനമ്പത്തുണ്ടായി. പന്തംകൊളുത്തി പ്രകടനം ഇന്ന് മുനമ്പത്ത് നടന്നു. നാളെ മുനമ്പത്ത് ഒരു പൊതുയോഗം സംഘടിപ്പിക്കാനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കണോ എന്നതിലടക്കം ഒരു തീരുമാനം നാളത്തെ പൊതുയോഗത്തിൽ ഉണ്ടാകും. എന്തായാലും സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് മുനമ്പത്ത് ഉയർന്നിരിക്കുന്നത്. ഒരു ശാശ്വത പരിഹാരം, താൽക്കാലിക പരിഹാരം, ഒരു ശാശ്വത പരിഹാരമാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം കഴിഞ്ഞ 2.5 വർഷമായി റവന്യൂ അവകാശങ്ങൾ അത് നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. അത് വേഗത്തിൽ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് കണ്ടൊരു ആശങ്ക അറിയിച്ചിരുന്നു. പക്ഷേ ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഇന്നത്തെ സമിതി യോഗത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും സമരക്കാരെ നേരിട്ട് കാണുമ്പോൾ ഒരു സൗഹൃദ സംഭാഷണമല്ല വേണ്ടത്, പകരം ഒരു ശാശ്വതമായ പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്നുണ്ടാകുമെന്ന ചോദ്യമാണ് എന്തായാലും സമരസമിതി ഉന്നയിക്കുന്നത്. നാളത്തെ പൊതുയോഗത്തിലാകും സമരത്തിന്റെ ഭാവി എങ്ങനെയാകുമെന്നൊരു തീരുമാനം ഉണ്ടാവുക. ആ ഒരു പ്രഖ്യാപനം എന്തായാലും നാളത്തെ പൊതു യോഗത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. മനു വളപ്പിൽ പറഞ്ഞു എനിക്കൊരു കുട വേണം, ഞാൻ ബർദുബായ് ഇങ്ങനെ ഒരു സന്ദേശം അയക്കുന്നത്. കുട കിട്ടിയാൽ ഞാൻ ദുബായ് നഗരത്തിലുള്ള കുടയൊക്കെ ഇങ്ങനെ ചൂടി വളരെ അഭിമാനത്തോടെ നടക്കുമെന്നാണ് പറയുന്നത്. താങ്കൾ ബർദുബായിൽ ഇരിക്കുക, നമുക്ക് നോക്കാം മനു. ഇപ്പോൾ സങ്കടകരമായൊരു വാർത്ത സജോ ദേവസ്യ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്തു. തളിപ്പറമ്പിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി ഹോസ്റ്റലിലെ ശുചിമുറിയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശ്ശൂർ സ്വദേശിനി ആൻമരിയാണ് മരിച്ചത്. തളിപ്പറമ്പ് ലൂർദ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ഈ കുട്ടികൾക്കൊക്കെ എന്താ സംഭവിക്കുന്നത് അറിയില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് എത്രയോ തവണ നമ്മൾ പറഞ്ഞാലും കുട്ടികൾക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാകുന്നു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ച സർക്കാർ നടപടി സ്വാഗതം ചെയ്ത് വഖഫ് സംരക്ഷണ സമിതി. നിസാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാതെ എന്തിനാണ് പുതിയ കമ്മീഷൻ നിയോഗിച്ചത്? നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ മാത്രം സർക്കാർ എടുത്ത തീരുമാനമാണിതെന്നും വഖഫ് സംരക്ഷണ സമിതി ഭാരവാഹികൾ 24-നോട് പറഞ്ഞു. ഒന്നും കൂടി ഒരു ഉറച്ച തീരുമാനം ഗവൺമെൻറ് എടുക്കണമെങ്കിൽ ഒരു കമ്മീഷൻ കൂടി ആകും. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വഖഫ് സംരക്ഷണ സമിതി അത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിനപ്പുറം അവർ കണ്ടെത്തേണ്ടത് മുൻപ് കണ്ടെത്തിയിട്ടില്ല. കാരണം അവരെ മുൻപ് കണ്ടെത്തിയ ജസ്റ്റിസ് നിസാർ കമ്മീഷനെ ബോധ്യമുള്ളതുകൊണ്ടായിട്ടില്ല സർക്കാർ വെച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഈ കമ്മീഷനും ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തണം. ഇത് വഖഫ് ഭൂമിയാണ്. ആ വഖഫ് ഭൂമി അതിൻ്റെ ആരാണോ അതിൻ്റെ ഒറിജിനൽ അവകാശികൾ അവർക്കത് തിരിച്ചു കിട്ടണം. സർക്കാർ കമ്മീഷനെ വെക്കുന്നതിനാ ഒരു കാര്യം കണ്ടുപിടിക്കാനാണ്. ആ കണ്ടുപിടിച്ച് ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ട്. ആ ഫൈൻഡിങ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യല്ലേ വേണ്ടത്. അത് ഇത്രയും കാലം വെച്ച് പൊറപ്പിച്ചെങ്കിൽ വൈകിച്ചെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. നല്ല അവിടുത്തെ ആൾക്കാർക്കും ആർക്കാണെങ്കിലും ഒരു സൊല്യൂഷൻ വേണ്ടേ. വയനാട്ടിൽ ഒറ്റയാൻ്റെ വിളയാട്ടം. നീലഗിരി അതിർത്തിയായ നെല്ലാക്കോട്ട ടൗണിൽ കാട്ടാന കാർ കുത്തിമറിച്ചിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. നാട്ടുകാർ പറയുന്നത് ഈ കുറച്ച് ദിവസമായി ഒരു കാട്ടാന പരിസരത്ത് അങ്ങനെ വിലസി നടക്കുകയാണെന്നാണ്. വണ്ടിയുണ്ട്. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്തെ ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, കുറേ മണിക്കൂർ എടുത്തോ ഈ കാട്ടാനെ ഇവിടുന്ന് മാറ്റാൻ? എന്താണ് വിവരം? അറിയിട്ടില്ല. ഞാനൊരു തിരിച്ചുണ്ട്. വയനാട്ടിലല്ല, ഇത് നീലഗിരി ജില്ലയിലാണ്, തമിഴ്നാട്ടിന്റെ ഭാഗമാണ് ഈ പ്രദേശം.
ഈ ബത്തേരി നൂൽപ്പുഴയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലമുള്ളത്. ഒരാഴ്ചയായി ഒറ്റയാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ആളുകൾ എല്ലാം തന്നെ പറയുന്നത്. മലയാളികളുള്ള പ്രദേശമാണ്, മലയാളികളായിട്ടുള്ള ആളുകൾ ഉള്ള പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു പരാക്രമം ആന കാണിച്ചത്. ഇന്ന് വൈകിട്ട് 9 മണിയോട് കൂടി ഒരു കാറ് കുത്തി മറിച്ചിടുന്ന ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് സിറാജുദ്ദീൻ മൗലവി എന്ന പ്രദേശവാസിയുടെ കാറാണത്. ആ കാറ് പൂർണ്ണമായി കുത്തി മറിച്ച് ഇടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ പടക്കം പൊട്ടിച്ചും മറ്റും അതിനെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആന പിന്തുടരുന്നില്ല. ഒരാഴ്ചയായി ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഒരു ഗ്രൗണ്ടിലേക്ക് കുട്ടികൾ കളിക്കുമ്പോൾ അവിടേക്ക് ആന ഇറങ്ങി വരുന്ന ദൃശ്യം നേരത്തെ പുറത്തു വരുന്നു. ആ ആന തന്നെയാണ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിലൊരു ഇങ്ങനെ വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ദൃശ്യം കൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എം വി ആരിഫ് ചോദിക്കുന്നത് എന്താണ് ആത്മഹത്യ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടുന്നത്? ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു പത്രത്തിലൊരു വാർത്ത അയച്ചു തന്നു. ഒരു ഗവേഷണ റിപ്പോർട്ടാണിത്. ഏതാണ്ട് ചെറുപ്പക്കാരിൽ 300 ആളുകൾ നടത്തിയ ഒരു സർവേയാണ്. അതായത് ആധുനിക ഗാഡ്ജറ്റുകളും മൊബൈൽ ഫോണുകളും അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഏകാന്തത അനുഭവപ്പെടുന്നത് എന്നുള്ളതായിരുന്നു അന്വേഷണം. അപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ അതിൽ ഭൂരിപക്ഷം ആളുകളും 8, 10, 16 മണിക്കൂർ തുടർച്ചയായി ഈ മൊബൈൽ ഫോണും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും അവരൊരിക്കൽ പോലും അവരുടെ ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിക്കുകയോ ഒരു ബന്ധുവിനോട് സംസാരിക്കുകയോ വീട്ടിലുള്ളവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടേയില്ല. അവർക്ക് വല്ലാത്ത ഒരുതരം ഏകാന്തത അനുഭവപ്പെടുന്നു അവർ പറയും. കാര്യം ഈ യന്ത്ര സാമഗ്രികളോട് ടെക്നോളജിയോട് മാത്രമേ അവർക്ക് ബന്ധമുള്ളൂ. സാങ്കേതിക വിദ്യയിൽ മാത്രം അഭിരമിച്ച് കിടക്കുന്ന ഒരു തലമുറ. ബന്ധുക്കൾ വേണ്ട, സുഹൃത്തുക്കൾ വേണ്ട, ആരും വേണ്ട. എത്രയോ മണിക്കൂറുകൾ ഇങ്ങനെ ഈ ഗാഡ്ജറ്റുകളിലും ഇങ്ങനെയുള്ള മൊബൈൽ ഫോണുകളിലും ഒക്കെ തന്നെയായിട്ട് ജീവിതം കഴിഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ ആളില്ലാതെ വരും. എന്തായാലും ഈ യന്ത്രം സംസാരിക്കില്ലല്ലോ, ഈ മൊബൈൽ ഫോണൊന്നും ഇങ്ങോട്ട് സംസാരിക്കില്ലല്ലോ. അപ്പോൾ ജീവനില്ലാത്തൊരു സാധനമാണ് വേറെ രീതിയിൽ പറഞ്ഞ ഈ സംഭവമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്കിൽ പിന്നെ ഇത് ചെയ്തു കളയാം എന്ന് കരുതുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. സംഘർഷഭൂമിയിൽ 24 മണിപ്പൂരിലേക്ക്. മണിപ്പൂരിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല. സുരക്ഷയുടെ ഭാഗമായി കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ തീരുമാനമായി. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കുമെന്നും മണിപ്പൂർ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് പറഞ്ഞു. വിനീത വി ജി മണിപ്പൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. വിനീത പറയൂ. വിനീത സേഫായിട്ട് അവിടെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. സന്തോഷം. പറയൂ. തീർച്ചയായും SKN, ഈ മണിപ്പൂരിൽ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കൂടുതൽ കേന്ദ്രസേനയടക്കം മണിപ്പൂരിലേക്ക് എത്തുന്നത്. 90 കമ്പനി കേന്ദ്രസേനയെ കൂടി മണിപ്പൂരിലേക്ക് വിന്യസിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെയായി MLA-മാരുടെയും മന്ത്രിയുടെയും ഒക്കെ മുഖ്യമന്ത്രിയുടെ അടക്കം വീടുകൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് 32 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്നും ഈ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മണിപ്പൂരിലെ വിവിധ മേഖലകളിൽ, അതിർത്തികളിലടക്കമുള്ള വിവിധ മേഖലകളിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ പരിശോധനകളിലായി ഏതാണ്ട് 3000-ലധികം ആയുധങ്ങളാണ് കണ്ടെടുത്തതെന്നും പറയുന്നുണ്ട്. ഈ 2023 മുതലാണ് ഈ മണിപ്പൂർ സംഘർഷത്തിന് ഒരു തുടക്കം കുറിക്കുന്നത്. ഈ 2023 മെയ് മുതൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 258 ആയി എന്നൊരു കണക്ക് കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇങ്ങനെ മണിപ്പൂർ ഓരോ നിമിഷം കഴിയും തോറും കൂടുതൽ ആശങ്കയിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അതേസമയം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് മണിപ്പൂരിൽ നിൽക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വിവിധ മേഖലകളിലേക്കടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ 90 കമ്പനി കേന്ദ്രസേനയെ കൂടി വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നഗരജീവിതം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇംഫാലിലേക്കടക്കം വലിയ രീതിയിൽ കർഫ്യൂ ഒക്കെ ആദ്യഘട്ടത്തിൽ കർശനമായി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു പശ്ചാത്തലത്തിൽ കർഫ്യൂവിനടക്കം ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു. മണിപ്പൂരിൽ നിന്ന് വിനീത വി ജി നമുക്കൊപ്പം ചേരുകയായിരുന്നു. നമ്മുടെ വാർത്താ സംഘം വിനീതയുടെ നേതൃത്വത്തിൽ അവിടെ തുടരുകയാണ്. SKC പറയുന്നു എല്ലാ 10 മണിക്കൂറൊക്കെ നാളെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മൊബൈൽ ഉപയോഗിക്കാൻ SKN തന്നെ പറയുന്നു. എന്നിട്ട് പറയുന്നു ഇതൊക്കെ ഏകാന്തതയിലേക്ക് നയിക്കും, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ 8-10 മണിക്കൂർ ഇതിങ്ങനെ മൊബൈലിൽ കാണുമ്പോൾ എത്രയോ സുഹൃത്തുക്കളുമായി നിങ്ങൾ സംസാരിക്കും, എത്രയോ ബന്ധുക്കളുമായിട്ട് സംസാരിക്കും. ഇത് ആരുമായിട്ട് ഒരു സംസാരവും ഇല്ല.
സംസാരമേ ഇല്ല. വായി മൂടി ഈ ടെക്നോളജിക്കകത്ത് മോന്ത വീഴ്ത്തി കിടക്കുക. അതാണ് പ്രശ്നം. അപ്പോഴാണ് അവർക്ക് സംസാരിക്കാനും അവരുടെ പ്രതിസന്ധികളെക്കുറിച്ച് പറയാനും അവർക്ക് എന്തെങ്കിലും വൈതരണി ഉണ്ടെങ്കിൽ അത് കടക്കാനും എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാകില്ല. വല്ലാത്ത ഒരുതരം പേടിപ്പിക്കുന്ന ഏകാന്തതയുടെ നടുവിലാണ് ഇങ്ങനെയുള്ള ആളുകൾ. അതിൽ കൂടുതലും യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മളത് പോരാ. നമ്മൾ ഈ യന്ത്രത്തിൽ മൊത്തം വിശ്വസിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് ഉന്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. മുനമ്പത്തെ സമരക്കാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ചർച്ച നടത്തും. നാളെ വൈകുന്നേരം 4 മണിക്ക് ഓൺലൈനായിട്ടാണ് സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുക. ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ അവരെ അറിയിക്കും. സലീം മാലിക് വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വിശദാംശങ്ങൾ. SKN ഇന്ന് ഈ ഉന്നതതല യോഗത്തിലെ വിഷയങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനിടെ തന്നെ മന്ത്രിമാർ അറിയിച്ചിരുന്നതാണ്. മുഖ്യമന്ത്രി ഈ സമരക്കാരുമായി ചർച്ച നടത്തും, അതിൻ്റെ തീയതി പിന്നാലെ തീരുമാനിക്കുമെന്ന്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രി അവരുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഉന്നതതല യോഗത്തിലുണ്ടായ തീരുമാനത്തിനെതിരെ പ്രതിഷേധക്കാർ രംഗത്ത് വന്നിരുന്നു. അതുകൂടി കൊണ്ടാണ് അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ വളരെ വേഗത്തിൽ സർക്കാർ ഇടപെടുന്നത്. സർക്കാർ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സമരക്കാരുമായി ചർച്ച നടത്തുകയുമാണ്. നിലവിൽ ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതിൽ വലിയ എതിർപ്പാണ് സമരക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതിന് പിന്നിൽ സർക്കാർ പറയുന്ന ന്യായം വളരെ വേഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ, അതല്ലെങ്കിൽ ഈ സമരക്കാർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്താൽ ഒരു ദിവസത്തെ സന്തോഷത്തിനപ്പുറം തൊട്ടപ്പുറത്തെ ദിവസം മുതൽ അത് വലിയ നിയമ നടപടികളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശാശ്വതമായ ഒരു പരിഹാരത്തിലൂടെ അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെ ഇന്ന് അറിയിച്ചത്. അത് ഈ സമരക്കാരുമായി നേരിട്ട് സംസാരിക്കുകയും ഒപ്പം തന്നെ അവരുടെ ആശങ്കകൾ കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ, ഓൺലൈനായി നടത്തുന്ന ചർച്ചയിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം 4 മണിക്കാണ് ഓൺലൈനായി ചർച്ചയുള്ളത്. നിലവിൽ ഈ പ്രതിഷേധക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം, നിലവിൽ പല മാർഗങ്ങളുണ്ടായിട്ടും ഇനിയും വീണ്ടും കാലങ്ങൾ നീണ്ടുപോകുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണവും അതല്ലെങ്കിൽ പഠനവും അത് വലിയ രീതിയിൽ ഈ അവിടുത്തെ ആളുകളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. സർക്കാർ അതിന് നേരത്തെ തന്നെ മറുപടി പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷന്റെ പഠനം അത് 3 മാസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിച്ച് ആ നിലയിൽ തന്നെ പൂർത്തീകരിക്കണം, വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുകയും അവിടുത്തെ ആളുകളെ അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ അവർക്ക് തന്നെ ഗുണമാകുന്ന രീതിയിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതുമാണ്. ഇക്കാര്യമാകും പ്രധാനമായും ഈ സമരക്കാരെ മുഖ്യമന്ത്രി അറിയിക്കുക. അവരുടെ ആശങ്കകളും ഒപ്പം കേൾക്കുകയും ചെയ്യും. ആ ആശങ്കകൾ ഈ ജുഡീഷ്യൽ കമ്മീഷനോട് തന്നെ മുഖ്യമന്ത്രി തന്നെ പങ്കുവെക്കുകയും ചെയ്യും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. SKN, നിങ്ങൾക്കറിയാം, നാളെ രാവിലെ 5 മണിക്ക് 24 സംപ്രേഷണം ആരംഭിക്കും. വോട്ടെണ്ണി തുടങ്ങുന്നത് 8 മണിക്കാണെങ്കിലും ഏതാണ്ട് 5 മണിക്ക് തന്നെ നമ്മുടെ സംപ്രേഷണം തുടങ്ങുകയാണ്. നാളെ ഈ സംപ്രേഷണം കാണാനിരിക്കുമ്പോൾ കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ അത് ഉപയോഗിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സൗകര്യമുണ്ട്. ഇനി 24 കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സെറ്റപ്പ് ബോക്സ് ഓൺ ആക്കുമ്പോൾ ഒരു ചാനൽ നിങ്ങൾ ലാൻഡ് ചെയ്യും. വീണ്ടും നിങ്ങൾ റിമോട്ടിൽ നിന്ന് അമർത്തിയാൽ, ഏത് സ്വിച്ചിൽ അമർത്തിയാലും 24 ലഭിക്കും. കേരള വിഷൻ റിമോട്ടിൽ വോളിയം ബട്ടൺ ഒഴികെ എവിടെ അമർത്തിയാലും നിങ്ങൾക്ക് 24 എത്തിച്ചേരാൻ കഴിയും. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ സെറ്റപ്പ് ബോക്സ് ഓൺ ചെയ്യുന്നു, നിങ്ങൾ ഒരു ചാനൽ വീഴുന്നു, ആ ചാനൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും 24 തേടി ഒരു ബട്ടണിൽ അമർത്തുന്നു, ഏതെങ്കിലും ഒരു ബട്ടണിൽ അമർത്തുന്നു, നിങ്ങൾക്ക് 24 ലഭിക്കുന്നു. അപ്പോൾ സെറ്റപ്പ് ബോക്സ് ഓൺ ആകുന്നു, നിങ്ങൾ ഒരു ചാനൽ വീഴുന്നു, വീണ്ടും നിങ്ങൾ റിമോട്ടിൽ വിരലമർത്തുന്നു, നിങ്ങൾ 24 വീഴുന്നു. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇത് സെക്കൻഡ് ലാൻഡിംഗ് പേജ് എന്നൊരു കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് ഒരുപാട് സമയം റിമോട്ടിനോട് ഏറ്റുമുട്ടി വിഷമിക്കേണ്ട, 24 കിട്ടാൻ കേരള വിഷൻ പ്രേക്ഷകർക്ക് മാത്രമാണ് ഇത് ഇങ്ങനെയുള്ള ഒരു സൗകര്യം വന്നിരിക്കുന്നത്. എന്തായാലും നാളെ ഇലക്ഷൻ നന്നായിട്ട് ആസ്വദിക്കുക. റിസൾട്ടിന് 24-നൊപ്പം തന്നെ തുടരുക. മറ്റു വാർത്തകളിലേക്ക്. തൃശ്ശൂർ മങ്ങാട് കടന്നൽ കുത്തേറ്റ് ഒരു മധ്യവയസ്കന് ദാരുണാന്ത്യമുണ്ടായി. മങ്ങാട് സ്വദേശി ജയനാണ് മരിച്ചത്. അത് വല്ലാത്ത ഇടപെടായി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. പറയൂ സൂരജ്. ഇന്ന് കടന്നൽ കുത്തേറ്റ് 2ാമത്തെ ആളാണ് തൃശ്ശൂർ ജില്ലയിൽ മരിച്ചത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. ഇന്ന് വൈകുന്നേരം മരിച്ചത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുന്നംകുളം പഴഞ്ഞി മങ്ങാട് സ്വദേശിയായിട്ടുള്ള ജയനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ജയന് വൈകുന്നേരം 4:15 കൂടിയാണ് ഈ കടന്നലാക്രമണം നേരിടുന്നത്. പിന്നീട് ഈ ഗുരുതരമായി പരിക്കേറ്റ ജയനെ മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെയാണ് ഈ രാവിലെയോടുകൂടി തന്നെ ഈ ചന്ദ്രാപ്പന്നിയിൽ നിന്ന് ദുഃഖകരമായ വാർത്ത എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ ചന്ദ്രപ്പന്നി സ്വദേശിയായിട്ടുള്ള സുകുമാരന്റെ ഭാര്യ ശോഭനയ്ക്ക് 60 വയസ്സായിരുന്നു. ശോഭനയ്ക്ക് ഈ തൊഴിലുറപ്പ് തൊഴിലിനിടെ ഈ കടന്നൽ കുത്തേൽക്കുന്നത്. പിന്നീട് ഇവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലടക്കം എത്തിച്ചിരുന്നു. പക്ഷേ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടുകൂടി അവർ മരണപ്പെടുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ വൈകുന്നേരം വീണ്ടും സമാനമായ സാഹചര്യത്തിൽ കുന്നംകുളത്തുകൂടി ഈ കടന്നലാക്രമണത്തിൽ ഒരാൾ ഗുരുതരമായി പരിക്കേൽക്കുന്നത്.
പരിക്കേൽക്കുകയും പിന്നീട് മരണപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്ന എസ് കെ. ഓക്കെ, താങ്ക് യു. സൂര്യസജിയാണ് വിവരം നൽകിയത്. സങ്കടകരമായി പോയി. പാലക്കാട് കിഴക്കഞ്ചേരി പനംകുറ്റി കരടിയാളയിൽ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ 3 ആഴ്ചയായി സ്ഥിരമായി ഈ മേഖലയിൽ കാട്ടാന ശല്യമുണ്ട്. ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു പറയുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ഫോണിൽ ചേരുന്നു. ടെലിഫോണിലാണ് നിഖിൽ ഉള്ളത്. നിഖിൽ, ഈ ആന ഇനിയും കാട് കയറിയിട്ടില്ലേ? എസ് കെ, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ഈ കാട്ടാന ഇതുവരെ കാട് കയറിയിട്ടില്ല. ഇതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരടിയാള കന്നിക്കാട് എസ്റ്റേറ്റിന് സമീപത്താണ് ഈ ആന ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. നാട്ടുകാർ പടക്കം പൊട്ടിച്ചും തീപ്പന്തവുമായി ഇതിനെ കാട് കയറ്റാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ മേഖലയിൽ, ഏതാണ്ട് 2 ആഴ്ചയോളമായി ഈ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. ജനവാസ മേഖലകളിലേക്ക് എത്തുകയും കൃഷിയും മറ്റും വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് വലിയ ഭീതിയിലാണ്. വനവകുപ്പിനോട് നിരന്തരം നാട്ടുകാർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വനവകുപ്പ് ഉദ്യോഗസ്ഥർ കാണുന്നില്ല എന്നുള്ള പരാതിയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും ഇതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം 80,000 കടന്നുവെന്ന് ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീക്ഷ അറിയിക്കുന്നു. ഈ സീസണിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഭക്തർ ഇന്നാണ് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ വാർത്താ പകൽ നമ്മൾ പലപ്പോഴും വാർത്തകൾ ശ്രദ്ധിക്കാതെ പോവുകയോ അതല്ലെങ്കിൽ വാർത്താ ചാനലുകൾ കാണാതെ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പിന്നെ ഇന്ന് പകലുണ്ടായ വാർത്തകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി സമഗ്ര ചിത്രം വാർത്താ പകൽ. നാല് വർഷ ബിരുദ പരീക്ഷാ ഫീസ് വർധനയിൽ പുനഃപരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ആർ ബിന്ദു. ഒരാഴ്ചയ്ക്കുള്ളിൽ നിർദ്ദേശം സമർപ്പിക്കാൻ രജിസ്ട്രാർമാരോട് നിർദ്ദേശിച്ചു. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നും മന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് സമയം നീട്ടി നൽകി കോടതി. സാവകാശം വേണമെന്ന പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചു. തിങ്കളാഴ്ച കേസ് ഡയറി ഹാജരാക്കണം. നവംബർ 29 കേസ് വീണ്ടും പരിഗണിക്കും. BPCL-ൽ ജോലി വാഗ്ദാനം ചെയ്ത് കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിൽ. വിജിലൻസ് പിടിയിലായ അജിത് കുമാറിന്റെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും കണ്ടെടുത്തു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ 4 പേർ പിടിയിൽ. സംഘത്തിലുള്ള 5 പേർക്കായി തെരച്ചിൽ ഊർജിതം. നാടിനെ നടുക്കിയ കവർച്ച ഇന്നലെ രാത്രി. കവർച്ച ചെയ്യപ്പെട്ട സ്വർണം കണ്ടെത്താനായില്ല. ഛത്തീസ്ഗഡിൽ 10 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. സുക്മയിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. AK-47 തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തു. പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖയിലുണ്ടായ കലാപത്തിൽ 42 പേർ കൊല്ലപ്പെട്ടു. ഷിയ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തിന് നേരെ അക്രമികൾ വെടിയുതിർത്തു. കഴിഞ്ഞ ജൂലൈ മുതൽ ഖുറാമിൽ സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിൽ ഭൂമിതർക്കത്തെ ചൊല്ലി കലാപം തുടരുന്നു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത. തിരുവനന്തപുരം ചിറയൻകീഴ് ഒരു യുവാവ് കുത്തേറ്റ് മരിച്ചു. കടക്കാവൂർ തുണ്ടത്തിൽ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ചിറയൻകീഴ് പുളിമൂട് കടവിന് സമീപത്ത് വെച്ചായിരുന്നു ഈ യുവാവിന് കുത്തേറ്റത്. സങ്കടമായി. ഇനി ശബരിമലയിലേക്ക് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ഇന്ന് ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്കായിരുന്നു. പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം 80,000 കടന്ന ദിവസമാണ്. ഈ സീസണിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തിയത് ഇന്നാണ്. ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീഷ്, ഈ തിരക്ക് വളരെ കൂടുതലാണെങ്കിലും സുഗമമായി അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങാൻ കഴിഞ്ഞോ? തീർച്ചയായും ശബരിമലയിൽ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങി ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയ ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഇതുവരെ ഏകദേശം 80,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തിയെന്നതാണ് പോലീസിന്റെ തന്നെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. 10,000-ത്തിലധികം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ഇന്ന് ദർശനം നടത്തി എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നലെയും ഇന്നുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്കുകൾ ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ഈ 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുക
ചെയ്യുകയും 10,000-ന് മുകളിൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 10 മണിയോടാകുന്നതേ ഉള്ളൂ. ഇനിയും 1 മണിക്കൂർ കൂടി ദർശനത്തിന് സമയമുണ്ട്. അങ്ങനെയെങ്കിൽ ഏകദേശം 90,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ ഇന്ന് ദർശനം നടത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല എക്സ്കെയിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ ഇത്രത്തോളം തിരക്കുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഭക്തർക്ക് വളരെ സുഗമമായ രീതിയിൽ തന്നെ അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. കാരണം അത് ഈ ശബരിമലയിൽ 18-ാം പടിയിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയ ചില ക്രമീകരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തീർത്ഥാടകർക്ക് ഈ 18-ാം പടി ചവിട്ടി ശ്രീകോവിലെത്തി അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ ചില ചടങ്ങുകൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്തരെ കുറച്ച് സമയത്തേക്ക് നിയന്ത്രിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കും. എന്തായാലും വരും ദിവസങ്ങളിലും ശബരിമലയിൽ വലിയ തിരക്കുകൾ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. കാരണം നാളെ ശനിയാണ്, മറ്റന്നാൾ ഞായർ, ഈ അവധി ദിവസങ്ങളിലാണ് സാധാരണഗതിയിൽ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും നിലവിൽ പോലീസും ദേവസ്വം ബോർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. MG പ്രതീക്ഷാണ് ശബരിമല സന്നിധാനത്ത് നമുക്കൊപ്പം ചേർന്നത്. ഇനി പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവൻ്റെ മരണത്തിൽ അറസ്റ്റിലായ 3 കൂട്ടുകാരികൾക്കും റിമാൻഡ് കിട്ടി. പ്രായം പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന പ്രതിഭാഗത്തിൻ്റെ വാദം കോടതി തള്ളിക്കളഞ്ഞു. അമ്മുവിൻ്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും. അമ്മുവിൻ്റെ നീതിക്കായി 24 ജസ്റ്റിസ് ഫോർ അമ്മ ക്യാമ്പയിൻ ആരംഭിച്ചതിന് പിന്നാലെയാണ് കേസിലെ പോലീസ് നടപടികൾ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അമ്മുവിൻ്റെ 3 സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർകുന്നം സ്വദേശി അഞ്ജന എന്നിവരാണ് പ്രതികൾ. ജാമ്യം നൽകിയാൽ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. പ്രതികളിൽ ഒരാളുടെ ലോഗ് ബുക്കാണ് കാണാതായത്. അത് അമ്മു സജീവ് എടുത്തെന്ന് പറഞ്ഞാണ് പ്രധാന തർക്കം. ആ ലോഗ് ബുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ച് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണാവസ്ഥയിലിരിക്കുന്ന കേസായതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും തന്നെ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. ആത്മഹത്യാ പ്രേരണക്കുറ്റം നിലനിൽക്കില്ലെന്നും പ്രതികളായ പെൺകുട്ടികളുടെ പ്രായം പരിഗണിക്കണമെന്നും പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയ പ്രതികൾക്ക് നേരെ ABVP പ്രതിഷേധം. 3 പ്രതികൾക്കെതിരെയും പോലീസ് നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 പത്തനംതിട്ട. കണ്ണൂർ തളിപ്പറമ്പിൽ നഴ്സിംഗ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തളിപ്പറമ്പ് ലൂർദ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി ആൻമരിയാണ് മരിച്ചത്. എറണാകുളം തോപ്പുംപടി സ്വദേശിനിയാണ്. സജോ ദേവസ്യ ടെലിഫോണിൽ ചേരുന്നു. സജോ, വിവരങ്ങൾ. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് കണ്ണൂർ തളിപ്പറമ്പിലെ ലൂർദ് ആശുപത്രിയുടെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപാഠികൾ ക്ലാസ് കഴിഞ്ഞ് വൈകിട്ടോടുകൂടി ഹോസ്റ്റലിലെത്തിയ ഘട്ടത്തിലാണ് ശുചിമുറിയിൽ ഈ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം തോപ്പുംപടി സ്വദേശിനി ആൻമരിയാണ് മരിച്ചത്. മൃതദേഹം നിലവിൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തളിപ്പറമ്പ് ലൂർദ് നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയാണ്. നമ്മൾ പോലീസിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്, പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം പഠന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഇത് തന്നെയാണോ ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചത്, ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അക്കാര്യത്തിൽ പരിശോധന വേണം. ബന്ധുക്കളുടേതടക്കം, സഹപാഠികളുടെയും ബന്ധുക്കളുടേതടക്കം മൊഴിയടക്കം രേഖപ്പെടുത്തിയാൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. പക്ഷേ പ്രാഥമികമായി ഇത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും അപ്രതീക്ഷിതവുമാണ്. സഹപാഠികൾ ഇങ്ങനെ കണ്ടെത്തി, എന്താണ് അതിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായി വിദ്യാർത്ഥികളും പിന്നീട് ഹോസ്റ്റൽ വാർഡനും അറിയിച്ചതനുസരിച്ച് പോലീസ് സംഭവസ്ഥലത്തെത്തുകയും മൃതദേഹം പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ആൻമരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വാർത്ത. ശ്രീകാന്ത് ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നു. ശബരിമലയിലെ വിർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിട്ട് അവസാനം ദർശനത്തിൽ വരാത്ത ആളുകളെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മാധ്യമങ്ങളോട് അടക്കം ഇക്കാര്യം അറിയിക്കണമെന്നും കോടതി പറഞ്ഞു. വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ഭക്തരിൽ 20 മുതൽ 25% വരെ എത്താറില്ലെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നു. മന്ത്രി സജി ചെറിയാനൊപ്പം പാർട്ടി.
ഇന്ത്യൻ ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല. ഒരേ വിഷയത്തിൽ 2 തവണ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. പ്രതിപക്ഷം സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കുന്നതിനിടെയാണ് മന്ത്രിക്ക് പാർട്ടി പിന്തുണ നൽകിയിരിക്കുന്നത്. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ ധാർമ്മികത മുൻനിർത്തി മന്ത്രിസ്ഥാനം രാജിവെച്ചതാണ്. ഒരേ വിഷയത്തിൽ 2 തവണ രാജി വേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. തന്റെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചതെന്ന സജി ചെറിയാന്റെ നിലപാടിനൊപ്പമാണ് പാർട്ടിയെന്ന് മന്ത്രി പി രാജീവ്. കോടതി തന്നെ ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുനരന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണ്ട, അത് രണ്ടും കോടതി തള്ളി. തുടരന്വേഷണമാകാം. തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാൾ വേണം. മന്ത്രി ആയതുകൊണ്ട് സ്ഥാനത്തിരുന്ന് തന്നെ അന്വേഷണം നടത്താമെന്നാണല്ലോ കോടതിയുടെ വ്യാഖ്യാനം. ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉത്തരവിനെതിരെ അപ്പീൽ പോകുന്ന കാര്യത്തിൽ AGയുടെ നിയമോപദേശം തേടാനാണ് ആലോചന. 3ാം പാർട്ടിയായി അപ്പീൽ നൽകുമെന്നാണ് സൂചന. അതിനിടെ സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം ശക്തമാക്കി. മന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസും BJPയും നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന കേസിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്താൻ ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. തുടരന്വേഷണം ആവശ്യമില്ലെന്ന തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിയായിരുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അന്വേഷണം ഏൽപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ച കോടതി താമസമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. 24 തിരുവനന്തപുരം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഗൗതം അദാനിക്കെതിരായ കൈക്കൂലി വഞ്ചന ആരോപണങ്ങൾ പരിശോധിക്കാൻ സെബി തയ്യാറെടുക്കുന്നു. 2 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ കോടതിയുടെ നടപടിയിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുമ്പോൾ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഗൗതം അദാനിക്കെതിരായി അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ കൈക്കൂലി വഞ്ചന ആരോപണങ്ങൾ പരിശോധിക്കാനാണ് സെബിയുടെ തീരുമാനം. ആരോപണങ്ങളുടെ നിജസ്ഥിതി കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് സെബി നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി വിവരങ്ങൾ ധരിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഗൗതം അദാനിക്കെതിരായ അമേരിക്കയിലെ കേസിന്റെ പേരിൽ പ്രതിപക്ഷം ആരോപണങ്ങൾ കടുപ്പിക്കുമ്പോഴും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണ്. അദാനിയെ പിന്തുണച്ചുകൊണ്ടോ കേസിനെ തള്ളിക്കൊണ്ടോ തൽക്കാലം നിലപാടെടുക്കേണ്ട എന്നതാണ് ഉന്നതതലത്തിലുള്ള ധാരണ. കേസിന്റെ വിശദവിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ശേഖരിക്കുന്നതായാണ് സൂചന. തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വിഷയമുയർത്തി കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം അദാനിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് അറിയാമെന്ന വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. കേസ് ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കില്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. സൗരോർജ്ജ കരാർ നേടാൻ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ സർക്കാരിന് അദാനി കോഴ നൽകിയെന്ന ആരോപണം YSR കോൺഗ്രസ് നിഷേധിച്ചു. അനധികൃതമായി ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ലെന്നാണ് പ്രതികരണം. 24 ഡൽഹി. നിങ്ങൾക്കറിയാം, പ്രശസ്ത എഴുത്തുകാരനും നാടകൃത്തുമായ പ്രൊഫസർ ഓംചേരി NN പിള്ള ഡൽഹിയിൽ അന്തരിച്ചു. പതിറ്റാണ്ടുകളോളം നാടകത്തിൻ്റെയും എഴുത്തിൻ്റെയും വായിലൂടെ സഞ്ചരിച്ച ഒരു പ്രതിഭയാണ് വിട ചൊല്ലിയത്. ആ ജീവിതത്തിന് തിരിച്ചിൽ വീഴുമ്പോൾ ബാക്കിയാകുന്നത് മലയാളത്തിൻ്റെ സർഗ്ഗലോകത്തെ ഒരു മഹാപ്രതിഭയുടെ വിടവാങ്ങലിൻ്റെ കഥയാണ്. ഡൽഹി നഗരത്തിന്റെ പ്രിയങ്കരനായ കാരണവർ. മലയാള സാഹിത്യരംഗത്ത് വ്യത്യസ്തമായ ശബ്ദമായിരുന്നു പ്രൊഫസർ ഓംചേരി NN പിള്ള. സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ആസ്വാദകരിലെത്തിക്കാൻ അസാധാരണ പ്രതിഭയുണ്ടായിരുന്നു ഓംചേരിക്ക്. വൈക്കത്തെ മൂത്തേടത്തുകാവെന്ന കൊച്ചു ഗ്രാമത്തിൽ ജനനം. പിതാവ് നാരായണപിള്ള, മാതാവ് പാപ്പിക്കുട്ടിയമ്മ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും മലയാള സാഹിത്യലോകവും പരുവപ്പെടുത്തിയ ബാല്യ കൗമാരങ്ങൾ. ഔദ്യോഗിക പഠനത്തിനു ശേഷം അദ്വൈതാശ്രമത്തിലെ വേദാഭ്യാസം. പഠനകാലത്ത് മന്നത്ത് പത്മനാഭനെ വിമർശിച്ച് സംവിധാനം ചെയ്ത നാടകത്തിന് കിട്ടിയ അംഗീകാരമാണ് മന്നത്തിനൊപ്പം താമസിച്ച് പഠിക്കാനുള്ള അവസരം. 75 വർഷം കൂടെയുണ്ടായിരുന്ന ലീല ഓംചേരി എന്ന പങ്കാളി എന്നും തണലായിരുന്നു. 1951 ഡൽഹി ആകാശവാണിയിൽ മലയാളം വാർത്താ വിഭാഗത്തിൽ ജീവനക്കാരനായി ഡൽഹിയിലെത്തി. പിന്നീട് പ്രസിദ്ധീകരണ വിഭാഗം എഡിറ്റർ, പ്രചാരണ വിഭാഗം ഉദ്യോഗസ്ഥൻ എന്നീ ചുമതലകൾ വഹിച്ചു. 100ാം വയസ്സിലും പാതിരാത്രി കടക്കുന്ന വായനകൾ ആ പ്രതിഭയുടെ അടങ്ങാത്ത ആവേശമായിരുന്നു. 1963 എക്സ്പെരിമെന്റൽ തിയേറ്റർ രൂപീകരിച്ചു. ചെരുപ്പ് കടിക്കില്ല എന്ന നാടകത്തിൽ നടൻ മധുവും അഭിനയിച്ചിട്ടുണ്ട്. 1972 പ്രളയം എന്ന നാടകത്തിനും 2010 സമഗ്ര സംഭാവനയ്ക്കും
സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പുകൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും തേടിയെത്തി. തേവരുടെ ആന, ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു, നാടകവും അരങ്ങും, കള്ളൻ കയറിയ വീട്, ദൈവം വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നിവയാണ് മറ്റ് പ്രധാന രചനകൾ. റിസർച്ച് ഡെസ്ക് 24. അദ്ദേഹത്തിന് ഏറ്റവും വിഖ്യാതമായ കൃതിയായിരുന്നു തേവരുടെ ആന. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഡൽഹിയിൽ താമസിച്ചിരുന്നതുകൊണ്ട് ഒരുപാട് കാലമൊന്നും നമുക്ക് അദ്ദേഹവുമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം കേരളത്തിൽ വരുമ്പോഴൊക്കെ ചില സമയത്തൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ചില വേദികളിൽ അദ്ദേഹവുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഡൽഹിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. മറ്റന്നാൾ ട്രാവൻകൂർ പാലസിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 മണിയോടെ ലോധി റോഡ് ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. വലിയൊരു എഴുത്തുകാരൻ്റെ വിടവാങ്ങലാണ് അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഉണ്ടായിരിക്കുന്നത്. വ്യക്തിപരമായി ബന്ധമുള്ളതുകൊണ്ട് നമുക്കത് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന് 24-ൻ്റെ ആദരാഞ്ജലികൾ. അതിനിടയിൽ ഒരു വാർത്ത വരുന്നു. പ്രതിഷേധങ്ങൾക്കിടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു. വേട്ടയാടലും ഭീഷണിയും തന്നോട് വേണ്ട, ക്ഷമയ്ക്കൊരു അതിരുണ്ട്, ഇതുവരെ പറയാത്ത കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും FB പോസ്റ്റ് അദ്ദേഹം പറയുന്നു. പോസ്റ്റ് ചെയ്ത് അരമണിക്കൂറിനകം ഇത് പിൻവലിക്കുകയും ചെയ്തു. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ. സലീം മാലിക്, ഇത്തരമൊരു പോസ്റ്റ് ഇടാൻ അദ്ദേഹം മാനസികമായി ചെറിയതായി തളർന്നുപോയി തോന്നുന്നു. കാരണം വളരെ വികാരഭരിതമാണ് ഈ പോസ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ. ഉറപ്പായും വെക്കാൻ കാരണം മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം ശക്തമാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയത്. അത് മന്ത്രി സജി ചെറിയാന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ പോസ്റ്റിന്റെ തുടക്കം. അതിനുശേഷം അതൊരു ഭീഷണിയുടെ സ്വരത്തിലേക്ക്, അതല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചാൽ താനും തിരിച്ച് അതേ നിലയിൽ ഉപദ്രവിക്കുമെന്ന നിലയിലേക്ക് ആ പോസ്റ്റ് ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ പോവുകയും ചെയ്യുന്നുണ്ട്. തന്നെ ഏറെക്കാലമായി ഭീഷണിയും വേട്ടയാടലുകളും ആക്ഷേപങ്ങളുമായി ഉപദ്രവിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി താൻ ഇത് സഹിക്കുകയാണ്. എന്നാൽ താനും ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ തനിക്കും കുടുംബമുണ്ട്, ഈ നാടിനറിയാം താൻ ആരാണ് എന്നതൊക്കെയാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. മാത്രമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ തന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ പരസ്യമായി ചോദിക്കാം, ഒരു തടസ്സവുമില്ല. നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെങ്ങന്നൂരിൽ നടപ്പാക്കുമ്പോൾ തകർക്കാമെന്ന് കരുതുകയാണ് ഒരു വിഭാഗം. അതൊരു ചെറിയ വിഭാഗം വലതുപക്ഷ നേതാക്കളുടെ അസൂയയും സ്വപ്നവുമാണ് എന്നുകൂടി മന്ത്രി സജി ചെറിയാൻ പറയുന്നു. മാത്രമല്ല, കാര്യങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും തന്നെ കൊണ്ട് പറയിക്കരുത് എന്നും മന്ത്രി സജി ചെറിയാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അരമണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. SKN. ഓക്കെ, സലീം മാലിക്കാണ് ടെലിഫോണിൽ വിവരങ്ങൾ നൽകിയത്. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. എല്ലാവർക്കും ഉറങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. നമ്മളിനി കാണുക നാളെ രാവിലെ 5 മണിക്ക് കാശ്മീർ താജ് ഇബ്രാഹിം, S വിജയകുമാർ, KR ഗോപികൃഷ്ണൻ ആൻഡ് അനുജ രാജേഷ് എന്നിവർക്കൊപ്പം തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ 24-നൊപ്പം തന്നെ തുടരുക. നാളെ ശനിയാഴ്ചയാണ്. ആരുടെ ശനിയാകുമെന്ന് നാളെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. അതിനിടയിൽ കേരള വിഷൻ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് വളരെ എളുപ്പം 24 ലഭിക്കാനൊരു വഴിയുണ്ട്. നിങ്ങൾ സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചാനലിലെത്തും. ആ ചാനലിൽ നിന്ന് വീണ്ടും നിങ്ങൾ റിമോട്ടിൽ നിന്ന് ഇങ്ങനെയൊന്ന് ചെറുതായി പ്രസ് ചെയ്താൽ നിങ്ങൾ 24-ലെത്തും. അപ്പോൾ ആദ്യം നിങ്ങൾ സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ചെയ്യുന്നു, ഒരു ചാനലിൽ വീഴുന്നു, വീണ്ടും നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്യുന്നു, 24-ൽ വരുന്നു. സെക്കൻഡ് ലാൻഡിംഗ് പേജ് എന്ന കോൺസെപ്റ്റാണിത്. അപ്പോൾ ഇത് കേരള വിഷനിലെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ 100 കൊടയുടെ കാര്യവും മറക്കണ്ട. കൊടയുമായിട്ട് നാളെ ഒരു വരവുണ്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.